എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയല്ലോ. ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഫോൾസ് ഫ്രം ₹10 to ₹8 ആൻഡ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസസ് ഫ്രം 20 units to 30 units. കാൽക്കുലേറ്റ് ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എ പാർട്ടും ഉണ്ട് ബി പാർട്ടും ഉണ്ട്. എ പാർട്ടിൽ നോക്കിയേ എന്താ നമ്മുടെ ഇക്വേഷൻ വരുന്നത്, ED = ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ഡിവൈഡഡ് ബൈ ക്യൂ എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഡെൽറ്റ ക്യൂ എന്ന് പറയുമ്പോൾ എന്താ, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഡെൽറ്റ പി എന്ന് പറയുമ്പോൾ എന്താ, ചേഞ്ച് ഇൻ പ്രൈസ് എന്നാണ് വന്നിരിക്കുന്നത്. ഡെൽറ്റ ക്യൂ എത്രയാണെന്ന് നോക്കിയേ, നമുക്കറിയാം 20 നിന്ന് 30 അപ്പോൾ എത്രയാണ് ചേഞ്ച് വന്നിരിക്കുന്നത്, 10 ആണ്. ഡെൽറ്റ പി എത്രയാണ്, 10 നിന്ന് 8 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ എത്രയാണ് ചേഞ്ച് വന്നിരിക്കുന്നത്, 2 ആണ് അല്ലേ. അപ്പോൾ 2 എന്ന് എഴുതി കൊടുക്കുക. പി എന്താണ്, ആദ്യത്തെ പ്രൈസ്, ഇനീഷ്യൽ പ്രൈസ്. ക്യൂ എന്താണ്, ആദ്യത്തെ ക്വാണ്ടിറ്റി, ഇനീഷ്യൽ ക്വാണ്ടിറ്റി. പി എത്രയാണ് വന്നിരിക്കുന്നത്, അപ്പം പ്രൈസ് എത്രയായിരുന്നു, 10 ആയിരുന്നു ആദ്യത്തെ പ്രൈസ്. 10 ആണ് നമ്മുടെ ആദ്യത്തെ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ക്വാണ്ടിറ്റി, ഇനീഷ്യൽ ക്വാണ്ടിറ്റി എത്രയാണ്, 20 ആണ്. ദാറ്റ് ഈസ് എത്രയാണ്, 10 × 10 100, 2 × 20 40. അപ്പോൾ എത്രയാണ് നമ്മുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്, 2.5 ആണ് വരുന്നത്. ഓക്കെ, ആൻഡ് ബി പാർട്ടിൽ നോക്കിയേ, സ്റ്റേറ്റ് ദ നേച്ചർ ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ED > 1 ആണ്. 1നേക്കാളും കൂടുതലല്ലേ. അപ്പോൾ ഇതെന്താണ്, ഇതൊരു ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. എന്താണ്, ഒരു ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെന്ന് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്താണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നുള്ളത് നിങ്ങൾ താഴത്തെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ.